ഇതാ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു നിർണായക ഗതിമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നീക്കമാണിത്. അതെ, എന്തെങ്കിലും കാരണം കൊണ്ട് പുതിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നാലോ, അതല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടം മുന്നിൽ വന്നാലോ, ഇനി ഉക്രൈൻ ചെയ്യാൻ പോകുന്ന ഞെട്ടിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലെ ആ 5 സുപ്രധാന തീരുമാനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ ലോകത്തിനെ മുഴുവൻ ബാധിച്ചേക്കാവുന്ന സംഭവമായി തീരും. വിക്ടറി പ്ലാൻ എന്ന സെലൻസ്കിയുടെ ആ നിർണായക നീക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കതിനെ വിലയിരുത്താം. നേരെ വീഡിയോയിലേക്ക് പോകാം. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി തന്റെ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ദീർഘകാലമായി കാത്തിരുന്ന വിജയ പദ്ധതി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തന്റെ എംപിമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ യുദ്ധം അടുത്ത വർഷത്തോടെ സമാപിക്കുമെന്നാണ് ഈ പദ്ധതിയിലൂടെ കഴിയുമെന്ന് സെലൻസ്കി പറയുന്നു. കീവിലെ പാർലമെന്റിലാണ് ഇത് അവതരിപ്പിച്ചത്. ബൈഡനെയും കമല ഹാരിസിനെയും എല്ലാം ഇത് മുൻകൂട്ടി എന്തുതന്നെയായാലും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ സെലൻസ്കിയുടെ ഈ പ്ലാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ 18ാമത്തെ അടവാണ്. പുതിന് മുമ്പിൽ കീഴടങ്ങും മുമ്പുള്ള അവസാനത്തെ ആയിടി. പക്ഷേ അതൊരു ഭീകരമായ ആഘാതമാണ് നമ്മുടെ ലോകമൊട്ടുക്കെ നൽകാൻ പോകുന്നത്. എന്താണ് ആ 5 പ്ലാനുകൾ? ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ചുരുക്കി പറഞ്ഞാൽ, നാറ്റോയിൽ ചേരാനുള്ള ഔപചാരിക ക്ഷണം, റഷ്യയിലേക്ക് ആഴത്തിൽ പാശ്ചാത്യ സപ്ലൈ ചെയ്ത ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ദീർഘദൂര സ്ട്രൈക്കുകൾക്കുള്ള നിരോധനം, സഖ്യകക്ഷികൾ പിൻവലിക്കൽ, ഉക്രൈനിന്റെ പ്രദേശങ്ങളും പരമാധികാരവും വ്യാപാരം ചെയ്യാനുള്ള വിസമ്മതം, റഷ്യയുടെ പടിഞ്ഞാറൻ കുസ് മേഖലയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന്റെ തുടർച്ച എന്നിവ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഇത് കേട്ട ക്രെംലിനാകട്ടെ ഒരു വക്താവിനൊപ്പം പദ്ധതി നിരസിക്കുകയാണ് ചെയ്തത്. കീവ് സംയമനം പാലിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കേട്ട് അദ്ദേഹം ആശങ്കപ്പെട്ടത് എന്നതല്ലേ? കാരണമുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ആ 5 പോയിന്റുകളിലേക്ക്. വിക്ടറി പ്ലാനിൽ 5 പോയിന്റുകളാണ് ഉൾപ്പെടുന്നത്. ജിയോ പൊളിറ്റിക്കൽ, 2 സൈനിക സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടത്, കൂടാതെ 3 രഹസ്യ അനക്സുകളും. വെർഖോവനറുടെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വിജയ പദ്ധതിയുടെ ഉള്ളടക്കം അവതരിപ്പിച്ചു. നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ ക്ഷണമാണ് ആദ്യത്തെ പോയിന്റ്. രാഷ്ട്രതലവന്റെ അഭിപ്രായത്തിൽ നാറ്റോയിലേക്കുള്ള ഉക്രൈന്റെ ക്ഷണത്തിന്റെ വസ്തുത സമാധാനത്തിന് അടിസ്ഥാനമായി തീരുകയും റഷ്യൻ ഏകാധിപതിയുടെ ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ പരാജയപ്പെട്ടുവെന്നതിന്റെ സൂചനയായി മാറുകയും ചെയ്യും. ഉക്രൈനായുള്ള നാറ്റോ പ്രശ്നത്തിൽ നിർണയം അർത്ഥമാക്കുന്നത് ഉക്രൈനായുള്ള യൂറോപ്യൻ ഏകീകരണത്തിന്റെ അനിവാര്യതയും അതുപോലെ തന്നെ ഉക്രൈൻ ജനാധിപത്യത്തിന് ബദലില്ല എന്ന വസ്തുതയുമാണ്. അതുകൊണ്ടാണ് വിജയ പദ്ധതിയുടെ പ്രാരംഭ പോയിന്റ്. ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ പോയിന്റ്, നിശ്ചയദാർഢ്യത്തിന്റെ അടയാളം. ഇതാണ് ക്ഷണം. അപ്പോൾ നിരുപാധികമായ ക്ഷണം. രാഷ്ട്രപതി ഊന്നി പറഞ്ഞ വാക്കുകളാണിത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രതിരോധമാണ്. ആക്രമണകാരിക്കെതിരായ ഉക്രൈന്റെ പ്രതിരോധത്തിന്റെ മാറ്റാനാവാത്ത ശക്തിപ്പെടുത്തലിന്റെ രൂപരേഖ ഇത് നൽകുന്നു. ഉക്രൈനിയൻ യോദ്ധാക്കളുടെ ആവശ്യമായ ശക്തി നിലനിർത്താൻ കഴിവുള്ള ആയുധങ്ങളുടെ വ്യക്തമായ പട്ടികയുണ്ടെന്ന് വ്ളാദിമിർ സെലൻസ്കി പരാമർശിച്ചു. ഈ പോയിന്റ് നടപ്പിലാക്കുന്നത് റഷ്യയുടെ നിയുക്ത പ്രദേശങ്ങളിൽ പ്രതിരോധ സേനയുടെ തുടർ പ്രവർത്തനങ്ങൾ, ഉക്രൈനിയൻ സ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തൽ, അധിനിവേശ പ്രദേശങ്ങളിൽ റഷ്യയുടെ ആക്രമണ സാധ്യതകൾ നശിപ്പിക്കൽ എന്നിവ വിഭാവനം ചെയ്യുന്നു. ഇത് പങ്കാളികളുടെ സഹായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രത്യേകിച്ചും AFUവിനായി കരുതൽ ബ്രിഗേഡുകൾ സജ്ജീകരിക്കുക, വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുക, റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും പങ്കാളികളുമായി സംയുക്തമായി വെടിവെക്കുക, ഉക്രൈനിയൻ പ്രതിരോധ ഉൽപാദനത്തിൽ നിക്ഷേപിക്കുക, ദീർഘദൂര ആയുധങ്ങളുടെ ഉപയോഗത്തിലുള്ള നിയന്ത്രണങ്ങൾ നീക്കുക, ഉചിതമായ ദീർഘദൂര കഴിവുകളും തത്സമയ സാറ്റലൈറ്റ് ഇന്റലിജൻസ് ഡാറ്റയും നൽകുന്നു. പദ്ധതിയുടെ പ്രതിരോധ പോയിന്റിന് ഒരു രഹസ്യ അനക്സ് ഉണ്ട്. ഉചിതമായി സൈനിക സഹായ ശേഷിയുള്ള പങ്കാളികൾക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. ഇതും അതിനിടയിൽ പ്രസിഡന്റ് എടുത്തു പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പ്രതിരോധമാണ്. റഷ്യ ഉയർത്തുന്ന ഏത് സൈനിക ഭീഷണിയിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ പര്യാപ്തമായ സമഗ്രമായ ആണവ ഇതര തന്ത്രപരമായ പ്രതിരോധ പാക്കേജ് തങ്ങളുടെ പ്രദേശത്ത് വിന്യസിക്കാൻ ഉക്രൈൻ വാഗ്ദാനം ചെയ്യുന്നു. റഷ്യ ഒന്നുകിൽ അതിന്റെ നയതന്ത്രത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ യുദ്ധതന്ത്രം നഷ്ടപ്പെടുത്താൻ പോകുന്നു എന്നതാണ് പ്രതിരോധ പാക്കേജ്. ശക്തിയിലൂടെ സമാധാനം, രാഷ്ട്രതലവൻ ഊന്നി പറഞ്ഞു. US, UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നിവയുടെ നേതാക്കളുമായി ഇതിനകം പങ്കിട്ട ഒരു രഹസ്യ അനക്സും ഈ പോയിന്റിൽ അടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്ത്രപരമായ സാമ്പത്തിക സാധ്യതയാണ്. ഉക്രൈൻ അതിന്റെ തന്ത്രപരമായ പങ്കാളികൾക്ക് രാജ്യത്തിന്റെ നിർണായക വിഭവങ്ങളുടെ സംയുക്ത സംരക്ഷണത്തിനും അതുപോലെ തന്നെ സംയുക്ത നിക്ഷേപത്തിനും ഈ സാമ്പത്തിക ശേഷിയുടെ ഉപയോഗത്തിനും ഒരു പ്രത്യേക കരാർ വാഗ്ദാനം ചെയ്യുന്നു. യുറേനിയം, ടൈറ്റാനിയം, ലിഥിയം, ഗ്രാഫൈറ്റ് എന്നിവയുൾപ്പെടെ ട്രില്യൺ കണക്കിന് $US വിലമതിക്കുന്ന പ്രകൃതി വിഭവങ്ങളും നിർണായക ലോഹങ്ങളും ആഗോള മത്സരത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കുന്ന മറ്റ് തന്ത്രപ്രധാനമായ വിഭവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉക്രൈനിലെ നിർണായക വിഭവങ്ങളുടെ നിക്ഷേപവും ഉക്രൈന്റെ ആഗോള തലത്തിൽ പ്രാധാന്യമുള്ള ഊർജ്ജവും ഭക്ഷ്യ ഉൽപാദന ശേഷിയും ഈ യുദ്ധത്തിൽ റഷ്യൻ ഫെഡറേഷന്റെ പ്രധാന കൊള്ളയടിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇത് നമ്മുടെ വളർച്ചയ്ക്കുള്ള അവസരമാണ്. രാഷ്ട്രപതിയുടെ വാക്കുകൾ.
ഇതിനു പുറമെ 3 അനക്സുകൾ രഹസ്യമായി തുടരുന്നുണ്ട്. അവ ഉക്രൈന്റെ പങ്കാളികളുമായി മാത്രമേ പങ്കിടുകയുള്ളൂ, സെലൻസ്കി പറയുന്നു. 5ാമത്തെ പോയിന്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് യുദ്ധാനന്തര കാലഘട്ടത്തിനായി രൂപകൽപ്പന ചെയ്തതാണ്. യൂറോപ്പിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ചില US സൈനിക സംഘങ്ങളെ മാറ്റി ആധുനിക യുദ്ധം, പാശ്ചാത്യ ആയുധങ്ങളുടെ ഉപയോഗം, നാറ്റോ സൈനികരുമായുള്ള സഹകരണം എന്നിവയിൽ യഥാർത്ഥ അനുഭവം നേടിയ ഉക്രൈനിയൻ യൂണിറ്റുകളെ മാറ്റുന്നത് ഉൾപ്പെടുത്തുന്നു. ഉക്രൈനിന്റെ ഈ അനുഭവത്തിലൂടെ മുഴുവൻ സഖ്യത്തിന്റെയും പ്രതിരോധം ശക്തിപ്പെടുത്താനും യൂറോപ്പിൽ സുരക്ഷ ഉറപ്പാക്കാനും ഉപയോഗിക്കണം. ഇത് നമ്മുടെ നായകന്മാർക്ക് യോഗ്യമായ ഒരു ദൗത്യമാണ്. വ്ളാദിമിർ സെലൻസ്കി ഉപസംഹരിച്ചത് ഇങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് MP-മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സെലൻസ്കി ഇത് പറഞ്ഞു വെച്ചത്. അതിനോടൊപ്പം തന്നെ ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ റഷ്യയെ പിന്തുണച്ചതിനു വേണ്ടി വിമർശിക്കുകയും അവരെ കുറ്റവാളികളുടെ കൂട്ടുകെട്ട് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഭ്രാന്തനായി പോയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ യുദ്ധങ്ങൾ ചെയ്യാൻ തുനിയുന്ന വ്യക്തി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ഒരു പദ്ധതി വരുത്തിവെക്കാൻ പോകുന്ന വിനയെക്കുറിച്ച് ആലോചിച്ച് നിലവിൽ ആശങ്കയിലാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ. എന്തായിരിക്കും സെലൻസ്കിയുടെ ഈ പ്ലാൻ ഇനി വിളിച്ചു വരുത്തുന്നത്? ഇനി നമുക്ക് അത് പരിശോധിക്കാം. എന്തായാലും നിലവിൽ റഷ്യയുമായുള്ള ഉക്രൈന്റെ ഏകദേശം 3 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ പദ്ധതിക്ക് ഇതുവരെ പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സ്വദേശത്തും വിദേശത്തും സെലൻസ്കി വിവരിച്ച വിജയ പദ്ധതിയിൽ നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈനിനുള്ള ഔപചാരിക ക്ഷണവും റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പാശ്ചാത്യ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതിയും ഉൾപ്പെടുന്നുണ്ട്. 2 ഘട്ടങ്ങൾ കീവിന്റെ സഖ്യകക്ഷികൾക്ക് മുമ്പ് പിന്തുണയ്ക്കാൻ വിമുഖത കാണിച്ചിരുന്നു. യുദ്ധകളത്തിൽ ഉക്രൈന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും സമാധാന ചർച്ചകൾക്ക് മുമ്പായി സെലൻസ്കിക്ക് മറ്റ് സഖ്യകക്ഷികളിൽ നിന്നും പിന്തുണ ലഭിക്കണമെങ്കിൽ US പിന്തുണ നിർണായകമാണ്. പക്ഷേ ട്രംപിന്റെ വരവോടെ സെലൻസ്കിയുടെ ഈ പ്ലാൻ വെള്ളത്തിൽ വരച്ച വരയാകാനും സാധ്യതയുണ്ട്. അതും ഇവിടെ പറയാതെ വയ്യല്ലോ. കാരണം ഉക്രൈൻ എന്ന നിലയുറപ്പിക്കുന്നത് പോലും അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ്. എന്നാൽ ട്രംപിന്റെ ആഗമനത്തോടെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മുൻപന്തിയിൽ നിന്നത് പോലും യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. അതിനു പുറമെ സെലൻസ്കിയുടെ ചെയ്തികളോട് പലതവണ ട്രംപ് എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുക കൂടി ചെയ്ത ആളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ സെലൻസ്കി ഇപ്പോഴും ഈ യുദ്ധത്തെ അസ്തിത്വപരമായിട്ടാണ് കാണുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനാകട്ടെ തന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി ഏതറ്റം വരെയും പോകുന്ന ആളുമാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം യുദ്ധം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സെലൻസ്കിയുടെ ഈ പ്ലാൻ. അപ്പോൾ ഇതെന്താണ് വിളിച്ചു വരുത്തുക എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതെ, ഒന്ന് മാത്രം പറയാം, എന്ത് സംഭവിക്കാം, കളിക്കുന്നത് പുതിനോടാണ്. ഇവിടെ ആകെ തളർന്നുപോയ തന്റെ സൈന്യം യുദ്ധം തുടരണമെന്നാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സൈന്യം പാശ്ചാത്യ സഹായത്തിൽ ആശ്രയിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ വിജയ പദ്ധതിക്ക് അടുത്ത US പ്രസിഡന്റിന്റെ അംഗീകാരം കൂടി ആവശ്യമാകുമ്പോൾ ഈ പ്ലാൻ എന്തായാലും പാഴാകും. ഇതിവിടെ പറഞ്ഞു വെക്കുന്നത് മറ്റാരുമല്ല, സെലൻസ്കിയുടെ പദ്ധതിയോട് പ്രതികരിച്ചുകൊണ്ട് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. എനിക്കിവിടെ മുഴുവൻ പ്ലാനിനെയും പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് ഇതിനർത്ഥമില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, മിസ്റ്റർ റൂട്ടെ കൂട്ടിച്ചേർത്തു. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക പോംവഴി അത് ഉക്രൈൻ പിന്തുടരുന്ന നയത്തിന്റെ നിരർത്ഥത തിരിച്ചറിയുക എന്നതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഒറ്റയ്ക്ക് റഷ്യയോട് ഏറ്റുമുട്ടാൻ ഉക്രൈൻ ആരുമല്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉക്രൈൻ്റെ പ്ലാൻ വർക്കൗട്ട് ആകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.